SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 5-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. വനിതകളുടെ ടൂർ ഡെ ഫ്രാൻസ് എന്ന സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യക്കാരി ഹർഷിത ജക്കർ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 8 താരങ്ങൾക്കൊപ്പമാണ് രാജസ്ഥാൻ സ്വദേശിയായ ഹർഷിതയും സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായത്. അടുത്തിടെ അന്തരിച്ച അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അന്വേഷിച്ച് കമ്മീഷന്റെ തലവൻ ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ. 1992 ഡിസംബർ 16-നാണ് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ജസ്റ്റിസ് ലിബർഹാനെ കമ്മീഷനായി നിയമിച്ചത്. 17 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിന് ശേഷം 2009 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. തായ്പേയ് ഓപ്പൺ സൂപ്പർ 300 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ 18 വർഷത്തിന് ശേഷം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം തൻവി ശർമ്മ. ഫൈനലിൽ വിയറ്റ്നാമിൻ്റെ തുയ്ലിൻ എൻഗുയിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് 17-കാരിയായ തൻവി തൻ്റെ കരിയറിലെ ആദ്യ സൂപ്പർ 300 ടൂർണമെൻറ്റ് കിരീടം നേടിയത്. രാഷ്ട്രപതി പദവിയിൽ 4 കൊല്ലം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി പ്രസിഡന്റ് ദ്രൗപദി മുർമു അവതരിപ്പിച്ച ഇലക്ട്രിക് ബസ് സർവീസ് റാഹി. യാത്രാക്കൂലി ഇല്ലാത്ത ഫെയർ ഫ്രീ സേവനമാണിത്. ബസിന്റെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പൂർണ്ണമായും വനിതകളാണ്. 2026 കോസ്പാർ വിക്രം സാരാഭായ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞ അന്നപൂർണി സുബ്രഹ്മണ്യം. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നടന്ന 46-ാമത് കോസ്പാർ സയന്റിഫിക് അസംബ്ലിയിൽ വെച്ചാണ് ഈ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണിവർ. ഇന്ത്യയിലെ 101-ാമത് റംസാർ സൈറ്റ് അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകം. 2026 ഓഗസ്റ്റ് 3-നാണ് ഇത് റംസാർ പദവിയിലേക്ക് തെരഞ്ഞെടുത്തത്. അരുണാചൽ പ്രദേശിൽ നിന്നും ആദ്യമായാണ് ഒരു തണ്ണീർത്തടം ഈ അന്താരാഷ്ട്ര അംഗീകാരം നേടുന്നത്. കേരളത്തിലെ വൃദ്ധസദനങ്ങൾ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേര് സ്നേഹാലയം. വൃദ്ധർ എന്ന പേര് മുതിർന്ന പൗരന്മാരിൽ അപകർഷതാബോധം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വർദ്ധിക്കുന്ന വയോജന ജനസംഖ്യ പരിഗണിച്ച് വൃദ്ധസദനം എന്ന പേര് മാറ്റി മുതിർന്ന പൗരന്മാരുടെ ഭവനം എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന പരാതിയിലാണ് ഉത്തരവ്. ഒരു കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരൊറ്റ പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ഗുൽവീർ സിംഗ്. കോമൺവെൽത്ത് ഗെയിംസിൽ 5000 മീറ്ററിൽ വെങ്കലം നേടി ഗുൽവീർ സിംഗ് ചരിത്രം കുറിച്ചു. നിലവിലെ ഏഷ്യൻ ചാമ്പ്യനായ ഗുൽവീർ ജൂലൈ 28-ന് നടന്ന 10000 മീറ്ററിൽ വെള്ളി മെഡൽ നേടിയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമായി മാറാൻ ലക്ഷ്യമിടുന്ന പഞ്ചായത്ത് എലപ്പുള്ളി പഞ്ചായത്ത്. തദ്ദേശീയരായ കർഷകർക്ക് ഒരു പുതിയ വരുമാന മാർഗം സൃഷ്ടിക്കുന്നതോടൊപ്പം കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമായി മാറുക എന്ന ലക്ഷ്യത്തോടെ നിലക്കടല കൃഷി വീണ്ടെടുക്കുവാനുള്ള വലിയൊരു ശ്രമത്തിന് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമം തുടക്കമിട്ടു. കടുത്ത വരൾച്ചയെയും ഊർജ്ജ പ്രതിസന്ധിയെയും തുടർന്ന് ആണവ നിലയം അടച്ചുപൂട്ടാൻ തീരുമാനിച്ച രാജ്യം ഉക്രൈൻ. ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചതാണ് നിലയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ രൂപീകരണത്തിന് കാരണമായ വ്യക്തി കേണൽ GV രാജ. 1950-കളിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു ക്രിക്കറ്റ് അസോസിയേഷൻ രൂപവൽക്കരിക്കുന്നത്. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.